മറ്റേ കണ്ണൊക്കെ പിരികൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹലോ ഹലോ. അപ്പൊ ഇന്ന് നമ്മളെ സിദ്ധുവിന്റെ ഡാൻസ് ആണ് സ്കൂളില്. സിദ്ധുവിന്റെ സ്കൂളിലെ വാർഷികത്തോടനുബന്ധിച്ച് സിദ്ധുവിന്റെ ഡാൻസ് ഉണ്ട്. അതുപോലെ വേറെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് സ്കൂളിലേക്ക് പോകാൻ സിദ്ധു നേരത്തെ പോയി, കാരണം ഡാൻസ് ഉള്ളതിനെ കൊണ്ട് നേരത്തെ പോകണം, മേക്കപ്പ് ഇടണല്ലോ. പിന്നെ കുഞ്ഞു പോയി, കുഞ്ഞുവിനാട് എന്തൊക്കെയോ പരിപാടി കമ്പനിക്കാരെല്ലാം ഉള്ളതുകൊണ്ട് അപ്പൊ ഇനി ഞാളങ്ങോട്ട് പോവുകയാണ്. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെയാണ് നമ്മൾ കുഞ്ഞുവിന് ഡ്യൂട്ടി ഇട്ടോ. അതാ കയറി നിൽക്കുന്നത് കണ്ടില്ല, ഞാളെ കണ്ടപ്പോൾ വേഗം എണീറ്റതാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല സ്മാർട്ടുമാണ്. അതുപോലെ കാര്യങ്ങൾ മുഴുവൻ തീരുന്നവരെ അവിടെ നിന്ന് നല്ല കറക്റ്റായിട്ട് ചെയ്യേ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ചെയ്യുന്ന ഒരു സഹായവും കൂടിയാട്ടോ ഈ ഫുഡ് കോർട്ട്. അപ്പം നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഒരു നല്ലൊരു കാര്യം ചെയ്യുക എന്നുള്ളൊരിതാട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണക്കടികൾ, അതേപോലെ ഉപ്പിലിട്ട സാധനങ്ങൾ, നെല്ലിക്ക, മാങ്ങ, കൈതച്ചക്ക, ഇതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞുവിൻ്റെ ഒരു ഫ്രണ്ടും ആയിരുന്നു ഡ്യൂട്ടി. അപ്പം ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കൾക്ക് കിട്ടോ, കുഞ്ഞുവിൻ്റെ സിദ്ധുവിൻ്റെയും ഒക്കെ ഫ്രണ്ട്സുകൾ ഉണ്ടായല്ലോ, അവർക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ്, അധികവും വീട്ടിലൊക്കെ ഉണ്ടാക്കിയതാട്ടോ. അതുകൊണ്ട് തന്നെ എണ്ണക്കടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ട കൈതച്ചക്ക പറയണ്ട, സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ സ്കൂളിലേക്ക് സിദ്ധുവിനെ കാണാൻ പോയി. സിദ്ധു രാവിലെ വന്നല്ലോ, പക്ഷേ ഓല ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പൊറാട്ടയും മസാലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇവർ മേക്കപ്പ് എന്ന് വെച്ചാൽ ആദ്യം ചെറിയ ചെറിയ മക്കൾക്കാണ്, അതായത് LKG UKG 1, 2 ക്ലാസ്സൊക്കെ, 4ാം ക്ലാസ്സൊക്കെ ഇവരെ പരിപാടി കുറച്ച് ലേറ്റായിട്ടാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ പുറത്തോട്ടൊന്നും പോകാൻ പറ്റൂല, മേക്കപ്പ് ചെയ്യണമല്ലോ. സിദ്ധുവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ടാട്ടോ അത്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് സിദ്ധു എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് കുരുത്തക്കേടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സിദ്ധുവിൻ്റെ ഡാൻസിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. സൂപ്പറായിരുന്നു ഈ ഡ്രസ്സ്. പിന്നെ നമ്മളെ 2 മക്കൾക്കും സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഗണിതശാസ്ത്രമേള, ശാസ്ത്രമേള. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജില്ലാ തലത്തിലേക്ക് പോയതിനെ കൊണ്ട് തന്നെ 2 പേരെയും ഫോട്ടോ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഒന്നും പറയേണ്ടത്, കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇനി എന്താ, ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ സിദ്ധു മേക്കപ്പ് ചെയ്തതിനെ കൊണ്ട് തന്നെ ആ സമയത്ത് പോയി വാങ്ങിയതാണ്. അതുകൊണ്ടാണ് ഓൻ ആ ഒരു ഡ്രസ്സിൽ. അപ്പോൾ വാങ്ങിയിട്ട് ഭയങ്കര സന്തോഷമായി ചിരിക്കുന്നുണ്ടല്ലേ, കാരണം ഫോട്ടോ ഒക്കെ വെച്ചതാകുമ്പോൾ മക്കൾക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടാവുമല്ലോ. പിന്നെ കുഞ്ഞുവിനും കിട്ടി അതേപോലെ തന്നെ. അപ്പോൾ ഇവരെ 2 ആളെ ഇങ്ങനെയുള്ള ഓരോ വിജയങ്ങളാണ്, അല്ലെങ്കിൽ ഇവരൊരു വിജയം എന്ന് വെച്ചാൽ അത് എൻ്റെയും കൂടി വിജയമായിട്ടോ. പിന്നെ സജീഷ് ഏട്ടൻ്റെ മോനും കിട്ടിയിട്ടുണ്ടായിരുന്നേ, ധ്യാനിന്. അപ്പോൾ അവനും അതേ 3ാം ക്ലാസ്സിലാണ്. ഇവരൊക്കെ ഒരേ സ്കൂളിലാട്ടോ. എനിക്ക് ശരിക്കും ഈ സാധനങ്ങൾ കണ്ടാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പെട്ടെന്ന് സങ്കടമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇവരിത് വാങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നേ. അപ്പം ഇനിയിപ്പം നമുക്ക് സിദ്ധുവിൻ്റെ ഡാൻസ് കാണാം. സ്നേഹമോടെ മിഴി തോർന്ന മോഹം പോലെ നീ എന്തു വരുമെന്ന്. സ്കൂളിൽ ചുവരിലൊക്കെ ഇവരെ ഫോട്ടോ കാണുമ്പോഴേ അതെന്തോ ഒരു മനസ്സിന് പറയണ്ട, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അഭിമാനവും സന്തോഷവും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഇത് രണ്ടും ഞാനിങ്ങനെ ശരിക്കും സൈഷേറിനോട് പറയുക, ഇത് ഒന്ന് വീഡിയോ എടുക്കുക, ഒന്ന് ഫോട്ടോ എടുക്കുക നോക്കട്ടോ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളെ സിദ്ധുവിന് കിട്ടിയത്. കാണിച്ചു കൊടുക്കുക സിദ്ധു. എന്തിൻ്റെയാന്ന് വെച്ചാൽ ഗണിതശാസ്ത്രമേളയിലുള്ള കേട്ടോ അല്ലേ. സിദ്ധുവിന് നോക്ക്, മറ്റേ കണ്ണൊക്കെ പിരികൊക്കെ എഴുതിയിട്ട് ഡാൻസിന് പിടിച്ചോ. പിന്നെ കുഞ്ഞുവിന് നല്ല കുഞ്ഞു പരിസര നിരീക്ഷണം ശാസ്ത്രമേള. 2 ആളും ഋതുൽ, സിദ്ധാർത്ഥ്. ഒന്നും പറയാനില്ലേ?
അപ്പോൾ ഇത് ഞാൻ പിന്നെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ടില്ല. എന്താ വെച്ചാൽ ഫുള്ളും ചെറിയ മക്കളുടെ ഡാൻസും ഇല്ലേ, അതിനും കൂടി ഒരു ഇതായിപ്പോയി. അതുകൊണ്ട് ഇവരെ തന്നെ മുന്നേ പോയി എങ്ങനെയല്ലോ എടുത്താണ്. മോനുണ്ടായാലും സൈതാടന്റെ മോനും കിട്ടിയിട്ടുണ്ടായിരുന്നു, ധ്യാന സജിത്തിന് മോനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവർക്ക് 3 ആൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ സിദ്ധു ഒന്നും പറയാനില്ല? സന്തോഷം കണ്ണെത്തി പൊട്ടും തൊട്ട് മറ്റേ എന്തുമാതിരി നിൽക്കുക. അപ്പൊ ഇനി കുളിക്കുക മേലെ ഇതൊക്കെ ചെയ്യട്ടെ. ഞാള് എല്ലാരും കൂടി പറഞ്ഞേക്കെ ബൈ.